ഗൾഫ് സർവീസുകൾ പൂർണ്ണതോതിൽ പുനരാരംഭിച്ചിരിക്കുകയാണ് ബജറ്റ് ഇന്ത്യൻ വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ്. ആയിരക്കണക്കിന് വരുന്ന യാത്രക്കാർ വേനൽക്കാല അവധിക്കാലം ആഘോഷിക്കാനായി തയ്യാറെടുക്കുമ്പോഴാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് ഗൾഫ് മേഖലയിലെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുമുള്ള സർവീസുകൾ പുനരാരംഭിച്ചുകൊണ്ട് പൂർണ്ണ GCC വിമാന ശൃംഖല പുനഃസ്ഥാപിച്ചിരിക്കുന്നത്. കുവൈത്തിലേക്കും സലാലയിലേക്കുമുള്ള റൂട്ടുകളിൽ പ്രവർത്തനം പുനരാരംഭിച്ചതിന് ശേഷം ഗൾഫിലെ എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലേക്കും വിമാന സർവീസുകൾ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇന്ത്യക്കും GCCക്കും ഇടയിലുള്ള യാത്രക്കാർക്ക്, പ്രത്യേകിച്ചും കേരളത്തിൽ നിന്നും കർണാടകയിൽ നിന്നും യാത്ര ചെയ്യുന്നവർക്ക് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ ഈ നീക്കം സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സർവീസുകൾ സാധാരണ നിലയിലാകുന്നതിനനുസരിച്ച് വരും ദിവസങ്ങളിൽ ചില റൂട്ടുകളിലെ ആവൃത്തി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. കോഴിക്കോട് സലാല റൂട്ടിലെ വിമാനങ്ങൾ ഇന്നലെ തന്നെ പുനരാരംഭിക്കുകയും ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ആഴ്ചയിൽ 2 തവണ സർവീസ് നടത്തുകയും ചെയ്യും. കോഴിക്കോടും കുവൈത്തും തമ്മിലുള്ള സർവീസുകൾ ഇന്നു മുതൽ പുനരാരംഭിക്കും. ആഴ്ചയിൽ 1 വിമാനമായിരിക്കും കോഴിക്കോട് കുവൈത്ത് റൂട്ടിൽ സർവീസ് നടത്തുന്നത്. ജൂലൈ 5 മുതൽ ആഴ്ചയിൽ 3 വിമാനങ്ങളായി സർവീസ് വർദ്ധിപ്പിക്കും. ബുധൻ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ സർവീസ് നടത്തും. ബംഗളൂരുവിനും കുവൈത്തിനും ഇടയിലുള്ള വിമാനങ്ങൾ ജൂലൈ 4 മുതൽ ആഴ്ചയിൽ 1 സർവീസ് നടത്തി പുനരാരംഭിക്കും. തുടർന്ന് ജൂലൈ 7 മുതൽ ആഴ്ചയിൽ 3 വിമാനങ്ങളായി അത് വർദ്ധിപ്പിക്കും. തിങ്കൾ, ചൊവ്വ, ശനി ദിവസങ്ങളിൽ സർവീസ് നടത്തും. എയർ ഇന്ത്യ എക്സ്പ്രസ് മസ്കറ്റിനും ബാംഗ്ലൂരുവിനും ഇടയിൽ ഇന്നു മുതൽ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. സലാല സർവീസുകൾ പുനഃസ്ഥാപിച്ചതിനെ തുടർന്ന് ഒമാനിലെ 2 വിമാനത്താവളങ്ങളായ മസ്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളം, സലാല അന്താരാഷ്ട്ര വിമാനത്താവളം എന്നിവിടങ്ങളിൽ നിന്ന് എയർലൈൻ ഇപ്പോൾ സർവീസ് നടത്തി തുടങ്ങിയിട്ടുണ്ട്. കുവൈത്തിലേക്കും പുറത്തേക്കുമുള്ള എല്ലാ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളും കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 4-ൽ നിന്ന് സർവീസ് നടത്തും. എയർലൈൻ അറിയിച്ചത് പ്രകാരം ഇപ്പോൾ ബഹ്റൈൻ, കുവൈത്ത്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE എന്നിവിടങ്ങളിലായി 13 ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സർവീസുകൾ നടത്തുന്നുണ്ട്. നിലവിൽ ഇന്ത്യക്കും പശ്ചിമേഷ്യയ്ക്കും ഇടയിൽ ഏകദേശം ഒരാഴ്ച 780 വിമാന സർവീസുകളാണ് നടത്തുന്നത്. 18 ഇന്ത്യൻ നഗരങ്ങളെയാണ് ഇതുവഴി ഗൾഫ് മേഖലയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. എന്തായാലും എല്ലാ സർവീസുകളും ആരംഭിക്കുന്നതോടെ പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിൽ അറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.